ഹായ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണത്തിന് ആശംസകൾ നേരാനായി മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും കുറച്ച് താരങ്ങളെത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ആരാണ് ഓണത്തിന് സന്തോഷം ആഗ്രഹിക്കാത്തത്? ചിലയിടത്ത് പൂക്കളമൊരുക്കുന്നു, അടുക്കളയിൽ സദ്യ ഉണ്ടാക്കുന്നു, പുറത്ത് വടംവലി മത്സരം നടത്തുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ വലിയൊരു സന്തോഷം തോന്നുന്നു. വലിയൊരു സന്തോഷം. എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേരുന്നു. നെഞ്ചിൽ കുടിയിരുന്നു എന്നോട് കേരളയിലെ എല്ലാ രസികർക്കും, ഒരു വീട്ടിലിരിക്കുന്ന കുട്ടി കുട്ടി നண்பர்களுக்கும் എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. മലയാളികൾ എവിടെയുണ്ടോ അവിടെ പായസം ഉണ്ടാവുമെന്നാണ് എല്ലാവരും പൊതുവെ പറയാറുള്ളത്. ഈ ഓണ സമയത്ത് നമ്മൾ ഏതെങ്കിലും മലയാളികളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരു ഗ്ലാസ് പായസം കുടിപ്പിച്ച ശേഷം മാത്രമേ നമ്മളെ അവിടെ നിന്ന് വിടുള്ളൂ. എന്നിട്ട് അവർ നമ്മളോട് പറയും ഹാപ്പി ഓണം. അയ്യോ, അതിനവന് ഓണപ്പൂക്കളൊന്നും ഇവിടെ അറിയത്തില്ല. ഇതെൻ്റെ മോളും മരുമോളും കൂടിയാണ് ഓണപ്പൂക്കൾ ഇട്ട് വെച്ചിരിക്കുന്നത്. അനി കേൾക്കണം കേട്ടോ. കഴിഞ്ഞ ഓണത്തിന് ഓണക്കൂട്ട് മേടിക്കാമെന്ന് പറഞ്ഞു പോയ ചെറുക്കനാ കുറച്ച് കഴിഞ്ഞ് വന്നത് ഓണസദ്യ കിട്ടുന്ന ഹോട്ടലിലെ നമ്പറുമായിട്ടാണ്. എന്നിട്ടെന്താ, ഞങ്ങളാ ഹോട്ടലിൽ ഫോൺ ചെയ്ത് ഓണസദ്യ ഓർഡർ ചെയ്താ കഴിച്ചത്. ഈ പ്രാവശ്യം അത് പറ്റത്തില്ല. ഹാപ്പി ഓണം. എല്ലാവരും സദ്യ കഴിക്കുന്ന തിരക്കിലായിരിക്കുമല്ലേ. ഞാൻ ഈ സയൻസ് എക്സിബിഷന് സാമ്പാർ വിളമ്പണ റോബോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ടെൻഷനില്ല. എൻ്റെ പൊന്നുറീനു, ഞാൻ ഈ സദ്യ ഒന്ന് വിളമ്പിക്കോട്ടെ എന്നിട്ട് പറഞ്ഞാൽ പോരെ. എന്നാ ഇത് പിടി മോളെ, ഹാപ്പി ഓണം. എടാ കൊട്ട, നിനക്ക് ഓണത്തിന് ഞാൻ പാൽപ്പായസം കൊണ്ടുതരാമെന്നല്ലേ പറഞ്ഞത്? ഇവിടെ പാലടപ്രഥമനുണ്ട്, ചക്കപ്പായസം ഉണ്ട്, പഴപ്രഥമനുണ്ട്, സേമിയ പായസം ഉണ്ട്. കുടിച്ചോളൂ. എനിക്ക് വയറ് നിറയുന്നവരെ കുടിച്ചോളൂ. മോന് ഞാനൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. ഹാപ്പി ഓണം. ഓണത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പണ്ട് ഇന്ത്യൻ ക്യാമ്പിൽ പ്രാക്ടീസ് പിച്ചിൽ ഓണപ്പൂക്കളം ഇട്ടതായിരുന്നു. ചാൽ ബായി ആയിരുന്നു പിച്ചിൽ ഓണപ്പൂക്കളം ഇട്ടത്. ധോണി ബായി ആയിരുന്നു മാവേലിയായിട്ട് വന്നത്. ദ്രാവിഡ് ബായാണ് വടംവലി മത്സരത്തിന് നേതൃത്വം നൽകിയത്. ലക്ഷ്മൺ ബായി വന്ന ശേഷം ഒടിയടി മത്സരത്തിന് മാർക്കിടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാ പ്ലേയേഴ്സിനെയും കൂട്ടി ഗ്രൗണ്ടിൽ ഓടാൻ പറഞ്ഞു. ഓടിയ ശേഷം എല്ലാവർക്കും പാലടപ്രഥമൻ തന്നു കുടിച്ച് മതോന്മത്തനായി. പിന്നെ ഇതിൻ്റെ മത്സരത്തിൻ്റെ അവസാനം ഒരു ടാസ്ക് തന്നു. അതായത് ഗൗതം ബായിയെ സുന്ദരിക്ക് പൊട്ടു തൊടുക എന്ന് പറയുന്ന പോലെ ഗൗതം ബായിയെ ചിരിപ്പിക്കുക എന്നുള്ള ടാസ്ക്കായിരുന്നു. അതിന് എല്ലാ പ്ലേയേഴ്സും എഫേർട്ട് എടുത്തു ചിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഞങ്ങളെല്ലാവരും തോറ്റു. അതുകൊണ്ട് തന്നെ ഗൗതം ബായി പറഞ്ഞു ഹാപ്പി ഓണം. ഈ ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു, നമ്മൾ പണ്ട് രാവിലെ എഴുന്നേറ്റ് കുടിച്ച് അമ്പലത്തിൽ പോയി ഓണപ്പൂക്കളമൊക്കെ ഇട്ട് അടുക്കളയിൽ ഓണസദ്യ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഈ ഓണസദ്യ കഴിച്ച ശേഷം ഉച്ചയ്ക്ക് നമ്മൾ ഓണക്കളിയിലേക്ക് കടക്കും. അപ്പം അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് ഓണസദ്യ ഓർഡർ ചെയ്തിട്ട് പായസം കുടിച്ചുകൊണ്ട് ടി വിയിൽ കാണുന്ന മാവേലിയോട് നമ്മൾ പറയും ഹാപ്പി ഓണം.